സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മുടെ ടോണി ചോപ്പറിൻ്റെ ഡെവിൽ ഫ്രൂട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, നമ്മളെ ചോപ്പറിൻ്റെ ഡെവിൽ ഫ്രൂട്ട് നമുക്കറിയാം ഒരു ഹ്യൂമൻ ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെവിൽ ഫ്രൂട്ട് ഒരു മിത്തിക്കൽ സോയാൻ ഡെവിൽ ഫ്രൂട്ടാണോ, ഒരു ഗോഡ് ഫ്രൂട്ടാണോ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം 7K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതടിക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറിയിൽ ഇതുവരെ 4 ഹ്യൂമൻ ഫ്രൂട്ടാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മുടെ നീക്ക ജോയ് ബോയുടേത്, പിന്നെ നമ്മുടെ സെങ്കോക്കു, നമുക്കറിയാം മെറീൻ ഫോണിൽ നമ്മുടെ സെങ്കോക്കുവിൻ്റെ ഡെവിൽ ഫ്രൂട്ട് കാണിച്ചിട്ടുണ്ട്. അതും ഒരു ഹ്യൂമൻ ഫ്രൂട്ടാണ്. പിന്നെ നമ്മുടെ സ്റ്റോറിയിൽ നമ്മുടെ ഈ വാനോയിൽ ഒരു ഫോക്സിനെ കാണിക്കുന്നില്ല, ആ ഫോക്സിൻ്റെ ഫ്രൂട്ട് ഹ്യൂമൻ ഫ്രൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ചോപ്പറിൻ്റെ ഫ്രൂട്ട് മാത്രമാണ്. ഈ 4 ഫ്രൂട്ടുകളിൽ 3 മിത്തിക്കൽ സോയാൻ അഥവാ ഗോഡ് ഫ്രൂട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ ചോപ്പറിൻ്റെ ഫ്രൂട്ട് മാത്രമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചോപ്പറിൻ്റെ ഫ്രൂട്ട് ഒരു ഗോഡ് ഫ്രൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഈ തിയറിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ലൂഫിക്ക് മാത്രമാണ് തൻ്റെ ഡെവിൽ ഫ്രൂട്ട് വെച്ച് അത്രയും ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ചോപ്പറും. നമുക്കറിയാം നമ്മുടെ ലൂഫിക്കുള്ളത് പോലെ തന്നെ ചോപ്പറിന് ഒരുപാട് ഫോംസ് തൻ്റെ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് രണ്ടും നമ്മുടെ ലൂഫിയുടെ ഡെവിൽ ഫ്രൂട്ടും അതുപോലെ തന്നെ ചോപ്പറിൻ്റെ ഡെവിൽ ഫ്രൂട്ടും തമ്മിൽ ചെറിയൊരു സാമ്യം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ ചോപ്പറിൻ്റെ ഐലൻഡിൽ നമ്മുടെ ലൂഫിയൊക്കെ വരുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ബ്ലാക്ക് ബിയർഡിൻ്റെ മെയിൻ ഹോബി എന്താണ്, പവർഫുൾ ആയിട്ടുള്ള ഡെവിൽ ഫ്രൂട്ട് ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചോപ്പറിൻ്റെ ഐലൻഡിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ബിയർഡ് വെറുതെ തൻ്റെ സമയം പോകുന്ന ഒരു ക്യാരക്ടറല്ല. നമ്മുടെ സ്റ്റോറിയിൽ ബ്ലാക്ക് ബിയർഡിനെ എവിടെയൊക്കെ കാണിച്ചിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും മേജറായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നമ്മുടെ ചോപ്പറിൻ്റെ ഐലൻഡിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വന്നപ്പോൾ നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഡെവിൽ ഫ്രൂട്ടും തപ്പിയിട്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ ട്രംസ് ഐലൻഡ് ആ ഐലൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നതെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു ഐലൻഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ബ്ലാക്ക് ബിയർഡിന് കിട്ടേണ്ട അത്ര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം അവിടെ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ ചോപ്പറിൻ്റെ ഡെവിൽ ഫ്രൂട്ടിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ വന്നതെന്നാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോപ്പറിൻ്റെ ഡെവിൽ ഫ്രൂട്ട് ഒരു ഗോഡ് ഫ്രൂട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നമ്മുടെ ഫ്യൂച്ചർ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കും. അപ്പോൾ ഈ ഒരു തിയറിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളെ വൺ പീസ് കാണുന്ന അല്ലെങ്കിൽ അനിമെ കാണുന്ന കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു ഡേ കാണുന്നവരെ ബൈ.